നമസ്കാരം. ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എത്ര അധ്വാനിച്ചാലും മിച്ചമൊന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോഴാണ് പല ഭാഗ്യപരീക്ഷണങ്ങൾക്കും നമ്മൾ മുതിരുന്നത്. ആദ്യകാലത്ത് ഈ ഭാഗ്യപരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി മാത്രമായിരുന്നു. ഈ ലോട്ടറി കൊണ്ട് രക്ഷപ്പെട്ട ഒരു പക്ഷേ ലോട്ടറി ഏജൻസികൾ മാത്രമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് പോയി. ഇപ്പോൾ ഇതല്ല. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ എന്തൊരു പ്രോഗ്രാം എടുത്താലും ഇത്തരം മനോഹരമായിട്ടുള്ള സമ്പാദിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പലരും പല ഭാഗ്യപരീക്ഷണങ്ങൾക്കും മുതിരുന്നിട്ട് ഒരു പക്ഷേ ജീവൻ തന്നെ വെടിയേണ്ട അവസ്ഥകളാണ് ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഓൺലൈനിലെ ചൂഷണങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമപ്പെട്ടു പോകരുത്. ഒരിക്കലും അതിൽ ആകർഷകരായി നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കരുത്. നമുക്ക് ഇത്തരം ചൂതാട്ടങ്ങൾ നമുക്ക് വേണ്ട. പരസ്യങ്ങൾ വഞ്ചിത കാലത്ത് തന്നെ നമുക്ക് അധ്വാനിച്ച് തന്നെ അല്പം മിച്ചം പിടിച്ച് സമ്പാദിക്കാൻ കഴിയും. ഇത്തരം സമ്പാദ്യങ്ങൾ തന്നെ നമ്മുടെ കയ്യിലെ സമ്പാദ്യങ്ങൾ തന്നെ നമ്മളിൽ നിന്നും പല രീതിയിലും പല നിക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പല ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞ പല നിക്ഷേപകരും നമ്മൾ ഇതുപോലെ തന്നെ പരസ്യങ്ങൾ വരാറുണ്ട്. കുറേയേറെ ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പല നിക്ഷേപങ്ങളിലും നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇത് തന്നെ നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ആ സമ്പാദ്യം ഞാൻ നിക്ഷേപിക്കാൻ പോകണം. നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ പണം ഞാനൊരു സുരക്ഷിതം എന്ന് കരുതി തന്നെയാണ് നിക്ഷേപിച്ചിട്ടത്. പക്ഷേ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അതിൻ്റെ ലാഭങ്ങളും മറ്റും അവർ തന്ന് കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അത് എല്ലാ സമ്പാദ്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് അവസാന ഘട്ടത്തിലായിരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം പരസ്യങ്ങളിലോ ഇത്തരം പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെന്നോ നമ്മൾ വഞ്ചിതരാകാതിരിക്കുക. സോഷ്യൽ മീഡിയയിലെ ഇത്തരം പരസ്യങ്ങൾ നമ്മൾ അവഗണിക്കുക.